സംസ്ഥാന ബജറ്റിലെ നിർദ്ദേശത്തെ തുടർന്നുള്ള നിരക്ക് വർധന നാളെ മുതൽ നിലവിൽ വരും. ഭൂനികുതി സ്ലാബ്, കോടതി ഫീസുകൾ, ഭൂമിയുടെ പാട്ടം നിരക്കുകൾ എന്നിവയിൽ പരിഷ്കരിച്ച തുക നടപ്പിലാക്കും. ഭൂനികുതി സ്ലാബിലെ 50% വർധനവിലൂടെ അധിക വരുമാനമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതിയിൽ പുനഃക്രമീകരണമുണ്ടാക്കും. നിലവിൽ വിലയിലെ മാറ്റത്തിനനുസരിച്ചാകും നികുതി ഈടാക്കൽ. ടൂറിസ്റ്റ് ബസ്സുകളുടെ നിരക്ക് വർദ്ധിക്കും. കോൺട്രാക്ട് ക്യാരേജ് നികുതി ഘടനയിലെ ഏകീകരണമാണ് നിരക്ക് വർധനവിന് പിന്നിൽ. 15 വർഷം കഴിഞ്ഞ വാഹനങ്ങൾക്ക് 50% നികുതി വർദ്ധിപ്പിക്കും. പാട്ടനിരക്ക് കുടിശ്ശിക തീർപ്പാക്കാൻ ഒറ്റത്തവണ പദ്ധതിയും നടപ്പിലാക്കാനാണ് തീരുമാനം. സാമ്പത്തികമായി നമുക്ക് കഴിഞ്ഞ വർഷത്തെക്കാളുമൊക്കെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ആണ് പ്രാഥമിക കണക്കുകളിൽ വരുമ്പോൾ കാണുന്നത്. നികുതിയുടെ കാര്യത്തിൽ വർധന വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ തനത് വരുമാനം നല്ലതുപോലെ നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. 1,00,000 കോടി രൂപയുടെ അടുത്തേക്ക് തനത് നികുതി വരുമാനം വന്നു. കോടതി വ്യവഹാര ഫീസുകളും ഉയരും. ചെക്ക് കേസിൽ തുക അനുസരിച്ച് ഫീസ് കൂടും. കുടുംബ കോടതികളിലും ചെലവ് കൂടും. 1,00,000 രൂപ വരെയുള്ള കോടതി ഫീസ് 200ഉം 1 മുതൽ 5 ലക്ഷം രൂപ വരെയുള്ള കേസുകളിൽ തുകയുടെ 0.5% ഫീസും ഈടാക്കും. ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ ഫീസ് 500ഉം സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ ഫീസ് 250 രൂപയായും വർധനവ് നിലവിൽ വരും. കെ ബി ശ്യാമപ്രസാദ്, അമൃത ന്യൂസ്, തിരുവനന്തപുരം.